ഹായ് അസ്സലാമലൈക്കും. ആജിദാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗീ റോസ്റ്റ് എങ്ങനെ റെഡിയാക്കുന്നതെന്നൊന്ന് കാണാം. അതിനായിട്ട് ഞാനിപ്പോൾ 2 കപ്പ് കടലപ്പരിപ്പ് എന്ന് പറയുന്ന ഒരു പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. 2 സ്പൂണ് ഉലുവയും. ഇത് ഇത്രയും ഐറ്റംസ് ഞാൻ 6-7 മണിക്കൂർ പുതിർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ നല്ല പോലെ പുതിർത്തുന്ന ആ ടൈമിൽ തന്നെ 2-3 പ്രാവശ്യം കഴുകിയിട്ട് പുതിർത്തിയെടുത്തതാണ്. രാവിലെ 1 പ്രാവശ്യം കഴുകിയെടുത്താൽ മതി, ഇല്ലെങ്കിൽ വെള്ളമൊന്നും ഊറ്റിയെടുത്താലും മതി. അപ്പോൾ ഇത് നല്ല പോലെ ഞാൻ വെള്ളം ഒഴിച്ച് ഒരു 6 മണിക്കൂർ വെക്കുന്നുണ്ട്. 6 മണിക്കൂറിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുതിർത്തി വെച്ച നമ്മുടെ ഇത് നന്നായിട്ട് പുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ 1 പ്രാവശ്യം അരച്ചതാണ്. ഇനി അതിലേക്ക് തന്നെ വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് അരക്കുമ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്, ആദ്യം നമ്മൾ ഈ പുതിർത്ത് വെച്ച ഈ പരിപ്പുകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു 1/4 കപ്പോളം നമ്മുടെ ചോറില്ലേ, അപ്പോൾ തലേദിവസം നമ്മൾ വെച്ച ചോറൊക്കെ ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് ഉപയോഗിച്ചെടുക്കാം. നല്ല ചോറ് തന്നെയാണ്, പുളി വന്ന ചോറല്ല, നല്ല ചോറ് തന്നെയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളമായിട്ട് പോകരുത്, കുറച്ച് തിക്കായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇത്ര തിക്നെസ്സിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നീർദോശക്കൊക്കെ അരക്കുന്നത് പോലെ വെള്ളമായിട്ട് പോവാതെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി അരച്ചെടുക്കുന്നുണ്ട്. ഞാൻ മാവ് ഒഴിച്ചു കൊടുത്ത പാത്രം ഒന്ന് മാറ്റിയിട്ട് വേറെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ. എന്നിട്ട് ഇത് 2ാമത്തെ ബാച്ചും ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് 2 പ്രാവശ്യം അരച്ചതും കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വരുന്ന നേരത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തവ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ഇതുപോലെ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. നമ്മളെപ്പോഴും ഗീ റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ആദ്യം തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തവയ്ക്ക് കുറച്ച് വെള്ളം ഒന്ന് ഇങ്ങനെ തളിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരുന്ന നേരത്ത് നമ്മൾ നല്ല പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിൽമാഗിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വട്ടത്തിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വെക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഇതൊന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ഈ ടൈമിൽ തന്നെ ഏത് ഷേപ്പിൽ വേണേലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ഇത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ല നല്ല കുക്കിംഗ് ആയിട്ട്
ഈ ചാനലിൽ വരാട്ടോ. പിന്നെ വ്ളോഗ് മറ്റു ചാനലിലായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ആ ചാനലും സപ്പോർട്ട് ചെയ്യുക.